അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെൻറ്റൽ തിയറീസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രൂണേഴ്സ് തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് ആണ്. ജെറോം എസ് ബ്രൂണർ is an American psychologist and his major contributions are human cognitive psychology and cognitive learning theory in educational psychology, and he is one of the founding father of constructivist theory. Then stages of cognitive development. According to Bruner, intellectual ability evolves as a result of maturation, training, experiences through a series of three sequential stages: enactive, iconic and symbolic. അപ്പോൾ ബ്രൂണർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽ എബിലിറ്റി, മെച്ചുറേഷൻ, ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസസ്, ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ഇൻ്റലക്ച്വൽ എബിലിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത്? ഒരു മൂന്ന് സീക്വൻഷ്യൽ സ്റ്റേജിലൂടെയാണ്. ആ സ്റ്റേജിൻ്റെ പേരാണ് എനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. ഈ മൂന്ന് സ്റ്റേജ് ഓർത്തിരിക്കണം, അത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഇതിൽ നമ്മൾ ലേണിംഗ് മോഡ്സ് എന്ന് പറയും. അപ്പോൾ ബ്രൂണറിൻ്റെ ലേണിംഗ് മോഡ്സ് എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ആണ്. 3 സീക്വൻഷ്യൽ സ്റ്റേജസ് ഉണ്ട്: എനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക്. അപ്പോൾ എനാക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ലേൺ ത്രൂ മൂവ്മെൻറ്റ് ഓർ ആക്ഷൻ. അതായത് ഫുൾ ആക്ഷൻസിലൂടെയായിരിക്കും കുട്ടി ലേൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു ചെറിയ കുട്ടി ഒരു ബുക്ക് വെച്ച് കളിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ച് കളിക്കുന്നത്, അതൊക്കെ എന്താണ്? എനാക്റ്റീവ് സ്റ്റേജിലുള്ള കാര്യങ്ങളാണ്. ദെൻ അതിലൂടെ അവൻ ലേൺ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഐക്കോണിക് സ്റ്റേജിലേക്ക് വരും തോറും ഈ ആക്ഷൻ എന്നുള്ളത് എന്തായിട്ട് മാറും? അവർ ഇമേജസ് കണ്ടിട്ട് മനസ്സിലാക്കാൻ തുടങ്ങും. ലേൺ ത്രൂ ഇമേജസ് ഓർ ഐക്കൺസ്. അതായത് പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഇറ്റ് മൂവ് ഓൺ ടു ദ സിംബോളിക് സ്റ്റേജ്. ഇൻ സിംബോളിക് സ്റ്റേജ് ലേൺ ത്രൂ ആബ്സ്ട്രാക്ട് സിംബൽസ്. അപ്പോൾ അവർ എന്ത് ചെയ്യും? സിംബൽസ്, അബ്സ്ട്രാക്ട് സിംബൽസിലൂടെ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ തുടങ്ങും. ഒരു ഇമേജോ ഒരു ആക്ഷനോ ഒന്നുമില്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് സാധിക്കും. വി മൂവ് ഓൺ ടു enactive stage. Memorizing information based on action. Child representation of things and events in terms of appropriate motor responses and activities. Child knows the world only through medium of actions, not through the words or images. Infant understand his environment by ടച്ചിങ്, ബൈറ്റിംഗ് ആൻഡ് ഗ്രാസ്പിംഗ്. എനാക്റ്റീവ് സ്റ്റേജിൽ ഇൻഫർമേഷൻസ് കുട്ടികൾ ഓർത്തിരിക്കുന്നത് ആക്ഷൻസ് കൊണ്ടാണ്. അവിടെ ഇമേജസിനോ വേർഡ്സിനോ അതിനൊന്നും പ്രസക്തിയില്ല. കുട്ടി അവൻ്റെ എൻവയോൺമെൻറ്റ് മനസ്സിലാക്കുന്നത് ടച്ചിങ്, ബൈറ്റിങ്, ഗ്രാസ്പിംഗ് പോലെയുള്ള ആക്ഷൻസിലൂടെയാണ്. ഒരു ജനിച്ച ഉടനെ അല്ലെങ്കിൽ 1-2 വയസ്സായ ഒരു കുട്ടിക്ക് നമ്മളൊരു ഇമേജോ അല്ലെങ്കിൽ ഒരു വേർഡോ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അവൻ്റെ ആക്ഷൻസിലൂടെയാണ്. അതാണ് എനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഐക്കോണിക് സ്റ്റേജ്. ഹിയർ ദ ചൈൽഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് തിങ്സ് ആൻഡ് ഇവൻറ്റ്സ് ഇൻ ടേംസ് ഓഫ് സെൻസറി ഇമേജസ് ഓർ മെൻ്റൽ പിക്ചേഴ്സ്. റെപ്രസെൻറ്റേഷൻ ത്രൂ പെർസെപ്ച്വൽ മീൻസ്. Information is gained by imagery and the cognitive process controlled by perception. Single feature of the environment holds attention. Visual memory is developed but impressionistic leaps takes place. അതായത് ഐക്കോണിക് സ്റ്റേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആക്ഷൻസിലൂടെയാണ് കുട്ടി കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നതും എൻവയോൺമെൻറ്റിനെ മനസ്സിലാക്കുന്നതും. ഐക്കോണിക് സ്റ്റേജിലേക്ക് മാറുമ്പോൾ അത് ഇമേജസിൻ്റെ രൂപത്തിലായിരിക്കും. കുട്ടീനെ ഒരു ഇമേജസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആവും ഐക്കോണിക് സ്റ്റേജിൽ വരുമ്പോൾ. ആ ഒരു ഇമേജിലൂടെ കാര്യങ്ങൾ ലേൺ ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് കുട്ടി എത്തും. അതാണ് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ സിംബോളിക് സ്റ്റേജ്. ഇവിടെ സിംബോളിക് സ്റ്റേജ് ലാംഗ്വേജ് ബേസ്ഡ് ആണ്. ഈ സിംബോളിക് സ്റ്റേജ് എത്തുമ്പോഴേക്കും കുട്ടിക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? സിംബൽസിലൂടെയും വേർഡ്സിലൂടെയും ഒക്കെ കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ എന്താണ്?
ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ എനാക്റ്റീവ് സ്റ്റേജിൽ വരുമ്പോൾ കുട്ടിക്ക് എന്ത് കാണിക്കണം, നമ്മൾ ചെറിയ ഇമേജസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിങ്ങനെയാണ് എന്ന് ആ കുട്ടിക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളൊരു ആപ്പിളിൻ്റെ ഇമേജ് കാണിക്കുകയാണെങ്കിൽ, ഇമേജ് അല്ല ആപ്പിളിൻ്റെ ഒബ്ജക്റ്റ് കാണിക്കുകയാണ്, ആപ്പിൾ തന്നെ റിയൽ ആപ്പിൾ കുട്ടിക്ക് കൊടുക്കുന്നു. അത് അവൻ കണ്ട് തൊട്ട് കടിച്ചു നോക്കി മണത്ത് നോക്കിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ അത് ആപ്പിളാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ ആപ്പിൾ കൊടുക്കുകയാണെങ്കിൽ ആൾക്കത് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സമയത്ത് എനാക്റ്റീവ് സ്റ്റേജിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഒബ്ജക്റ്റ് അതായത് ഇമേജ് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്കത് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ ഐക്കോണിക് സ്റ്റേജിലേക്ക് വരുമ്പോൾ ആ ആപ്പിൾ ശരിയായിട്ടുള്ള റിയൽ ആയിട്ടുള്ള ആപ്പിൾ വേണമെന്നില്ല, എന്ത് മതി, ആപ്പിളിൻ്റെ ഒരു ഇമേജ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സിംബോളിക് സ്റ്റേജിൽ വരുമ്പോൾ ആപ്പിളിൻ്റെ ഇമേജും വേണ്ട ഒബ്ജക്റ്റും വേണ്ട, നമ്മൾ വെറും ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആപ്പിളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഓർത്തെടുക്കാൻ സാധിക്കും. ഇതാണ് 3 സ്റ്റേജസ് ബ്രൂണർ പറഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റേജസിനെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. Then we move on to the educational implications of Bruner's theory. ഫസ്റ്റത്തെ സ്പൈറൽ കരിക്കുലമാണ്. അപ്പോൾ സ്പൈറൽ കരിക്കുലം കോൺട്രിബ്യൂട്ട് ചെയ്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറോം എസ് ബ്രൂണറാണ്. സ്പൈറൽ കരിക്കുലത്തിൻ്റെ കാര്യം പറയുന്നത്, ഒരു ടീച്ചർ ഈ സബ്ജക്റ്റ് മാറ്ററിനെ കുട്ടിയുടെ മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷനുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് ആ ടീച്ചർ പഠിപ്പിക്കുന്നതെങ്കിൽ എത്ര കോംപ്ലക്സ് ഐഡിയാസും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ബ്രൂണർ സ്പൈറൽ കരിക്കുലത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ ലേൺ ചെയ്യുന്നത് മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ അനുസരിച്ചാണ്. അപ്പോൾ ഒരു ടീച്ചർക്ക് ലേണിംഗ് ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അവരുടെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്, അവരുടെ ഡെവലപ്മെൻറ്റ് ഏതൊരു ലെവലിലാണ് എന്നതിനനുസരിച്ച് ടീച്ചർക്ക് എന്ത് ചെയ്യാം, ലേണിംഗ് ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാം. അങ്ങനെ വേണം കുട്ടികളെ പഠിപ്പിക്കാൻ. അപ്പോൾ ഐക്കോണിക് സ്റ്റേജിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവൻ എന്ത് വേണം, കോൺക്രീറ്റ് ഒബ്ജക്ട്സും ആക്ടിവിറ്റീസും വേണം. അവനൊരു സാധനം തൊട്ട് നോക്കാനൊക്കെ ഉള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് വേണം. അങ്ങനെ വേണം ഐക്കോണിക് സ്റ്റേജിലുള്ള ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. Then the next implication is, according to Bruner, the child is first at the level of motor performance and then starts constructing the images and then only he learns the use of words. ഫസ്റ്റത്തെ ഒരു കുട്ടി ആദ്യം തന്നെ അവൻ്റെ മോട്ടോർ പെർഫോമൻസിലൂടെയാണ് ലേൺ ചെയ്യുന്നത്. അതിനുശേഷം അവൻ ഇമേജസ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു. ദെൻ അവൻ വേർഡ്സിലൂടെ ലേൺ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പം ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ കാണുമ്പോൾ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നു, അപ്പോൾ തന്നെ എന്ത് ചെയ്യാണ്, എഴുതാൻ തുടങ്ങുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം ആ കുട്ടിക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സും ആക്ടിവിറ്റീസും കൊടുത്തിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള റിയൽ ഒബ്ജക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് വേണം പഠിപ്പിക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പതുക്കെ ഇമേജസിലേക്ക് അത് മാറണം. ദെൻ മൂവ് ഓൺ ടു ദ വേർഡ്. പിന്നെ ലാംഗ്വേജസ് വഴി പഠിപ്പിക്കാൻ തുടങ്ങണം. അതാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ്റെ ഒരു മേജർ ഡിഫക്റ്റായിട്ട് ബ്രൂണർ പറയുന്നത്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് ബ്രൂണേഴ്സ് തിയറി, എനി സബ്ജക്റ്റ് ക്യാൻ ബി ടോട്ട് ടു എനി ചൈൽഡ് ഇൻ ആൻ ഇൻ്റലക്ച്വലി ഹോണസ്റ്റ് വേ അറ്റ് എനി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഹൂ ഈസ് ഓഫ് ദിസ് ഒപ്പീനിയൻ? ആൻസർ ബ്രൂണറാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഏത് സബ്ജക്റ്റ് ഏതൊരു കുട്ടിക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരു ഇൻ്റലക്ച്വലി ഹോണസ്റ്റ് വേയിൽ ഏതൊരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ബ്രൂണർ പറയുന്നത്. ബ്രൂണറിൻ്റെ തിയറി പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, അവിടെ ഒരു സ്പെസിഫിക് ഏജ് നമ്മൾ പറഞ്ഞിട്ടില്ല. അതായത് 0 to 2 അല്ലെങ്കിൽ 2 to 5 അങ്ങനെ ഒരു സ്റ്റേജ് പറഞ്ഞിട്ടില്ല. ഏതൊരു സ്റ്റേജിലുള്ള കുട്ടിയാണെങ്കിലും ഈ ഒരു ലെവലിൽ, അതായത് കോൺക്രീറ്റ് ലേണിങ്ങിൽ നിന്ന് അബ്സ്ട്രാക്റ്റിലേക്ക് അങ്ങനെ ഒരു ഇൻ്റലക്ച്വലി ഹോണസ്റ്റ് വേയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഏതൊരു കോംപ്ലക്സ് ഐഡിയാസും പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ബ്രൂണർ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, സ്പൈറൽ കരിക്കുലം ഇസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ്, സിമ്പിളാണ്, ബ്രൂണർ. ആസ് എ പാർട്ട് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രപ്പോസ്ഡ് ബൈ ജെറോം എസ് ബ്രൂണർ, concept formation occurs on students at 3 stages. The first 2 stages are enactive stage and iconic stage. Which one is the third stage? സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ, സിംബോളിക് സ്റ്റേജ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് 3 സ്റ്റേജസ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻസ്.